ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ചക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ ഓരോ നമുക്ക് യോജിക്കുന്ന വീഡിയോ ഒക്കെ അല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം മഴ പിടിക്കുന്നതിന് മുന്നുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് കുറച്ച് ഞാൻ ചെമ്മീൻ വാങ്ങാൻ പോയില്ലേ, അന്ന് കിട്ടിയിട്ട് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു കേട്ടോ. വീഡിയോ ആണ്. ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തിടും, ഫോണിലുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ വേറെയും വീഡിയോസ് വരുമ്പോൾ നമുക്കിത് എടുത്താൽ കിട്ടൂല. അതുകൊണ്ട് പ്രശ്നം. പിന്നെ ഒക്കെ ഡിലീറ്റ് ആക്കി വരണം. യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ പാടൊന്നല്ല, നല്ല അധ്വാനമുണ്ട്. അപ്പോൾ ചക്ക അത് പറിച്ചെടുക്കുമ്പോൾ മോനിങ്ങനെ അടുത്തിരുന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അവൻ ഷർട്ട് ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ് നീങ്ങിയിരുന്നോ, സ്ക്രീനിൽ പെടണ്ട. അപ്പോൾ കാലൊക്കെ വെച്ച് നീട്ടി വന്നിട്ടോ, എന്നിട്ട് സ്ക്രീനിലോട്ട് നോക്കുകയാണ്. അവൻ്റെ ഒരു എത്തിയോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ഷർട്ട് ഇട്ടിട്ടില്ല, കമൻറ്റ് ബോക്സ് ഓഫ് ആവും, കാണിക്കണ്ട, അല്ലെങ്കിൽ നീ ഷർട്ട് എടുത്തിട്ടിട്ട് വാ, എൻ്റെ കയ്യിലൊക്കെ ഇതായണ്, അല്ലെങ്കിൽ സനമോളോട് എടുത്തിട്ട് തരാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ വന്നോ, കുഴപ്പമില്ല പറഞ്ഞു. മക്കൾക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. 2 പേരും വീഡിയോയിൽ വരും കേട്ടോ. പക്ഷേ കൂടുതൽ വരാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചക്ക കിട്ടിയത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊന്നല്ല കേട്ടോ, കുറച്ച് പോകണം, 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്. അപ്പം ഞാനന്ന് മീൻ വാങ്ങിയിട്ട് മക്കളെ കൂടെ അതിൽ കൂടെ വരുമ്പോൾ, അപ്പുറത്തെ റോട്ടിലൂടെ വരുമ്പോൾ മക്കൾ ഒരു വീട്ടിൽ വെള്ളം കുടിക്കാൻ കയറി. അപ്പം ഞാൻ കുറേ പേരവിടെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ എന്നെ കണ്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞു. ചിലർക്ക് അങ്ങനെയുള്ള, ചിലരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തോന്നും. എൻ്റെ കഥകളൊന്നും അറിയില്ല, എന്നെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എന്നോടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് എന്നറിയാം. അപ്പോൾ ഈ വാടക വീട്ടിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ ഒരു ഷീറ്റിട്ട റൂമിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സാമ്പത്തികം കുറവായിരിക്കണമെന്ന് ആർക്കും അറിയാം. അല്ലെങ്കിൽ ബംഗാളികളെ താമസിക്കുള്ളൂ കേട്ടോ ഈ റൂമിൽ, ഷീറ്റിട്ട ഈ റൂമിൽ. മിക്കവാറും കുറച്ചൊരു ഇതുണ്ടെങ്കിൽ നല്ലൊരു 5000 ഉറുപ്പികയ്ക്ക് ഒരു വാടക വീട്ടിലെ താമസിക്കുക. അപ്പോൾ മീൻ വാങ്ങാൻ പോകുന്നിടത്ത് ഞാനൊരു കോട്ടേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നത്തെ വീഡിയോയിൽ. അതിനൊക്കെ മാസം വാടക 5000 ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അറിയാം, അത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മൾ ഇതിൽ താമസിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒറ്റക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ഇതിൽ കൂടെ പോകുമ്പോൾ കയറി. എന്താ അവർക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും എല്ലാം ഉള്ളതുകൊണ്ടാണല്ലോ അവരന്വേഷിച്ച് വന്നതും. കുറേ നേരം സംസാരിച്ചു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. അവർ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, എനിക്ക് ഒറ്റക്കാന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചക്ക അങ്ങനെ പറിച്ച് മുറിച്ച് അത് അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത ക്യാമറ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇത് വേണ്ടാക്കുന്നത് ധൃതിയിൽ അതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. എന്തായാലും ഇതൊക്കെ അടുപ്പത്ത് വെച്ചു. ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. അപ്പോൾ ഇത് നല്ല പൊടിയുള്ള പഴഞ്ചക്കയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ചക്കക്കുരൊക്കെ ഞാൻ പിന്നെ അതിലിട്ടില്ല കേട്ടോ. പിന്നെ തോട് പൊളിക്കാണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. ഇട് ഉമ്മ എന്നൊക്കെ പറയണത് ഞാൻ പിന്നെ വേറെ കറി വെച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളോട്. ഇപ്പോൾ അതായിക്കോട്ടെ പറഞ്ഞു. 2-3 എണ്ണമൊക്കെ ഇട്ടു, മോളെടുത്തിട്ടതാണ്. അപ്പോൾ ഇതാ വേവിച്ച് വറവൊക്കെ ഇട്ട് പെട്ടെന്ന് വേവുമല്ലോ, കട്ടൻ ചായയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ. അപ്പോൾ എന്തായാലും സന്തോഷമായി എനിക്ക്.
ഇവിടെ അടുത്തുനിന്നൊന്നും ചക്ക കിട്ടാനില്ല. ഞാൻ ഒരാളടുത്ത് ഒന്നും പോയി ചോദിക്കില്ല കേട്ടോ. ഒരു വീട്ടിലേക്കും കയറിയിട്ട് എന്തെങ്കിലും കണ്ടാൽ എനിക്കത് തരുമോയെന്ന് ഞാൻ ചോദിക്കില്ല. നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ് എനിക്ക് വേണോ ഇഷ്ടമാണോ കൊണ്ടേക്കോ. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു വീട്ടിൽ ചെന്നിട്ട് എന്ത് സാധനം കണ്ടാലും ഞാൻ ചോദിക്കില്ല. അവർ തന്നാൽ ഞാൻ മേടിക്കും. അത് അങ്ങനെ ഈ വീഡിയോ ഉടനെ പിറ്റേന്ന് ഞാൻ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. നിങ്ങൾക്കറിയാലോ ഗ്യാസില്ല, ഗ്യാസ് ഇട്ടിട്ടില്ല എന്ന്. അന്ന് എനിക്ക് ഞാൻ എന്ത് പണി ചെയ്തു, റവ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എനിക്കായിട്ട് ചോറ് വെക്കണ്ടല്ലോ, അപ്പോൾ കുറച്ച് റവ ഇരുന്നേന് സേമിയ ഇരുന്നേന്. അപ്പം ഞാൻ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാൽ ചായ കൊടുക്കാനൊക്കെ ഒരു ആഗ്രഹമായിട്ട്. ബൂസ്റ്റാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. കുട്ടികൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കുക, ചായപ്പൊടി ചായ ഉണ്ടാക്കലില്ല, ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുക. അപ്പം ഞാൻ നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഇത് പിന്നെ അങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതാ നല്ല മത്തി ഉണ്ട്, ഉള്ള മത്തിയാണ് കേട്ടോ. അത് വരുമ്പോൾ മഴ പെയ്തു, ഭയങ്കര മഴ. ഞാൻ അങ്ങനെയാണെങ്കിൽ കുട എടുത്തില്ല, നല്ല വെയിലത്തല്ലേ പോയത്. ഇതാണ്ടോ മഴ പെയ്തിട്ട് റോഡിലൂടെയൊക്കെ ചള്ളി വെള്ളം നല്ലോണം. നമ്മളെ ചെടിയൊക്കെ ഉള്ള വീട്. അപ്പോൾ എനിക്ക് കുട തന്നിട്ടുണ്ടായിരുന്നു മീൻ കടയിൽ നിന്ന്. അവരെനിക്ക് കുട തന്നിട്ടോ. അപ്പോൾ ഞാൻ ആ കുടയിട്ട് മീൻ വാങ്ങിയിട്ട് മത്തിയ വാങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ കുട എടുക്കാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, ആ മീൻ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച നാളെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട തന്നതാണ്. കുട ഇനി നാളെ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ നമ്മൾ കുടയും ചൂടിയിട്ടുള്ള വരവാ. നല്ല മഴ പെയ്തു. ഇങ്ങോട്ട് എത്തിയപ്പോൾ തോർന്നും ചെയ്തു. ഞാൻ പോകുമ്പോൾ ഈ പരിസരത്തൊന്നും മഴക്കാറില്ല. അതേ ചള്ളി വെള്ളം. ഇതിൽ എനിക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാലൊക്കെ ചൊറിഞ്ഞിട്ട് നമ്മൾ സോപ്പിട്ട് കഴുകിയാലും എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്, സ്കിൻ അലർജി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ചെറിയ വഴിയിൽ കൂടെ മഴ പെയ്താൽ ഫുള്ളും വെള്ളം ഇതിൽ കൂടെ വരുന്നുണ്ട്. ഞാനിങ്ങനത്തെ ചളി വെള്ളത്തിൽ കൂടെ നമുക്കിപ്പോൾ ചവിട്ടിയിട്ട് പോകാൻ പറ്റൂല. ഈ ഭയങ്കര സ്കിൻ അലർജി ഉണ്ട്. കാലിൻ്റെ മുട്ട് വരെ ചൊറിഞ്ഞ് കയറും. എന്താണെന്നുള്ളത് അറിയില്ല. ഞാനൊക്കെ തോട്ടത്തിലും പറമ്പിലൊക്കെ എത്രയോ മണ്ണും ചളിയും ഇതൊക്കെ ആയിട്ട് കളിച്ച ആളാണ്. അപ്പോൾ അതാ നമ്മളെ കൂടാരത്തിലെത്തി. അപ്പോൾ ഇതേ അങ്ങനെ ഒരു കുമ്പളം കണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഇവിടുത്തെ എത്തിട്ടോ. പിന്നെ പറഞ്ഞാൽ മഴ പെയ്യുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് അരിയൊക്കെ എടുത്ത് വേഗം അടുപ്പത്തിട്ടു. 12 മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ. ഇന്ന് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് പോകണം. അപ്പോൾ 2:30 3 മണിയാകുമ്പോഴത്തേന് അതിന് പോകണം. മോനെ അംഗനവാടിയിലുണ്ട്, മോനെ വിളിച്ചിട്ട് വരണം. കറണ്ട് ഇല്ലാതെ ഇരുന്നാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഗ്യാസിന് ഡബിൾ പൈസയാണ്. 1000 ഉറുപ്പിയുടെ സാധനത്തിന് 1500 എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കഴിയൂല കേട്ടോ. അതിൽക്കും നല്ല കറണ്ട് ഉള്ളുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഒരു ദിവസം ഇല്ലാതെ ഇന്ന് പൊറോട്ട വാങ്ങാം. അപ്പോൾ ദേ കട്ടിലിൻ്റെ മുകളിൽ ഇതായി ജീവി ഇരട്ട. അപ്പോൾ ഇത് നല്ലോണം ഉണ്ടാവും ഇതിൻ്റെ ശല്യം. മനുഷ്യന്മാരെ കൊണ്ടൊന്നും ഇവിടെ പ്രശ്നമില്ല, ശല്യമില്ല, സമാധാനമാണ്. അപ്പോൾ ഇതുപോലത്തൊക്കെ ജീവികളുണ്ടാവും, നല്ലോണം ഉണ്ടാവും. ഷീറ്റ് ആസ്പെറ്റോസൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ മേലെ നല്ലോണം വന്ന് കയറിയിരിക്കും. ഇതിൻ്റെ പുറത്താണ് തോന്നുന്നത് ഈ ജീവി ഉള്ളത്. ഇനി മണ്ണിൽ നിന്നാണ് വരണത് ഒന്നും അറിയില്ല. അപ്പോൾ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയായി. ചോറ് റേഷൻ കടയിലത്തെ അരിയാണ് കേട്ടോ. പിന്നെ അത് ഞാൻ എപ്പോഴും വെക്കലില്ല, അന്ന് നേരം വൈകിയോണ്ട് വേഗം അത് അടുപ്പത്തിട്ടതാണ്. ആകെ 2 കിലോനെ കിട്ടുള്ളൂ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി. അത് മത്തി അങ്ങനെ വാങ്ങിയിട്ട്, മത്തി ഇനിയിപ്പോൾ നന്നാക്കാൻ പോകണം. വല്ലപ്പോഴും മത്തി കിട്ടുള്ളൂ. മത്തി വലിയ സുഖമില്ല എന്നാണ് തോന്നുന്നത്, മുള്ളുള്ള മത്തിയാണ്. ഞാൻ ഇപ്പോൾ കഴിക്കുമ്പോൾ മനസ്സിലായിട്ടോ. അത് നമ്മളിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ നട്ടപ്പോൾ അതിരാക്ക് കുത്തിന്ന് വോയിസ് കൊടുക്കുകയാണ്. രാത്രി 12 മണി ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈം. അപ്പോൾ നാളെ എന്തായാലും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇവിടെ മീനിൻ്റെ മണം കേട്ടാൽ വരുന്ന ഒരു പൂച്ചയാണ്. വല്ലപ്പോഴും വരുമ്പോൾ ഒരു ഉരുള ചോറ് കൊടുക്കും. അത് മീൻ വാങ്ങിയ മണം കേട്ടാൽ മാത്രം ആ ദിവസങ്ങളിൽ ആൾ കയറി വരുള്ളൂ. ആ സ്റ്റെപ്പിൻ്റെ അടുത്തെത്തിയ ആൾക്കും മണം കിട്ടും തോന്നുന്നു. പൂച്ചകളുടെ ഒരു കഴിവില്ലേ. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ താഴേക്ക് ഇട്ട് കൊടുത്തിട്ടോ ചാലിൽ.
അവിടെ ഞാൻ ചാലിലിട്ട് കൊടുത്തത്. കുറച്ചല്ലേ ഉള്ളൂ. മേലിട്ട് കൊടുത്താൽ ഉറുമ്പ് വരും. പിന്നെ അതേ ശീലം അവിടെയൊക്കെ കടിച്ച് തുപ്പിയൊക്കെ വെക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് താഴെ ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ മത്തിയുടെ തൊലിയൊക്കെ കഴിച്ചോളും, വൃത്തിയാക്കും. അവർക്ക് പച്ചമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. പാവം അതിന് വിശക്കുന്നുണ്ടാവും അല്ലേ. നമ്മളെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തു അതിന്. അപ്പോൾ ആളതിൽ തലയിട്ട് കഴിക്കാനുള്ള മടിയുണ്ടാവുമെന്ന് കാഴ്ചയില്ല. അങ്ങനെ ഞാൻ വന്ന് മീനൊക്കെ കഴുകി മീൻ കറിക്കുള്ള മസാല കൂട്ടുകയാണ്. അപ്പോൾ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് പുളി ഒഴിച്ച് കറി കലക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ വാട്ടിയിട്ടൊന്നും വെക്കണില്ല. സവോളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് മുളക് കറിയാണ്. മുളക് കറി വെച്ചാൽ 2-3 ദിവസമൊക്കെ നമുക്ക് കൂട്ടാം. മത്തിൻ്റെ വെള്ളം മതിയല്ലോ. എനിക്ക് മത്തിൻ്റെ ചാറ് കിട്ടിയാൽ മതി കേട്ടോ. ചോറ് കഴിക്കാൻ അത്രയും ഇഷ്ടമാണ് മത്തി. മത്തി പൊരിച്ചതിനേക്കാളും ഇഷ്ടം നമുക്ക് മത്തി അങ്ങോട്ട് ഇട്ട് നല്ലോണം ഇട്ട് വേവിച്ച് കലക്കിയാലും എനിക്ക് കുഴപ്പമില്ല. അതിൻ്റെ ആ ചാറ് വെച്ചൊന്ന് കൂട്ടുന്നതിനേക്കാളും ഇഷ്ടം പിറ്റേന്ന് ചൂടാക്കിയിട്ട് കൂട്ടുന്നതാണ്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വറവിടണം കേട്ടോ, എന്നാലും ഏറെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ അടുപ്പത്തൊക്കെ പോവാണ്. അടുപ്പില്ലാത്ത കുക്കറിൽ. അപ്പം അതിൻ്റെ അടപ്പുമ്മ സുഖമില്ലാത്ത സമയത്ത് എടുത്ത് എറിഞ്ഞു. എന്നെ കുക്കർ പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വിസിലടിച്ചപ്പോൾ. എന്നിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഞാനിതിൽ കറിയായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം താമസിച്ചിരുന്നിടത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. ആളേറ്റ ഏറെടുത്തിട്ട് അതിലതിൻ്റെ വിസിലും എല്ലാം പോയി. എന്നാലും നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. കട്ടിങ്ങാനുള്ള പാത്രത്തിലല്ലേ വേഗം ചൂട് നിൽക്കും വേവും. അപ്പം മോന് മീൻ പൊരിച്ച് വേണം എന്നിങ്ങനെ പറയാമല്ലോ. അപ്പം കൂടുതലും ഞാൻ പൊരിക്കാനെടുത്ത്. അങ്ങനെ ഇതേ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പം മോള് ചിത്രം വരച്ചിട്ട് ഉണ്ടായിരുന്നു. ആ അറ്റത്തുള്ളതിൻ്റെ മോള് വരച്ചാട്ടോ. അപ്പോൾ അവൾ തന്നെ കാണിച്ചു തന്നു. അപ്പോൾ അതേ 2 പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. മോനക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ അടുത്ത് നിന്ന് വെള്ളം വാങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ടീച്ചർ പോയിട്ടില്ല. മോള് ഉഷാറാണ്. മോളായിട്ട് പെട്ടെന്ന് കമ്പനി നിൽക്കണം. അപ്പോൾ കടയിൽ വന്നപ്പോൾ കടയിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കടയിൽ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ താഴെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. എനിക്ക് വെയിറ്റ് എടുത്തിട്ട് പോകാൻ കഴിയില്ല. എൻ്റെ കാല് സ്ലിപ്പാവും. എനിക്കിപ്പോൾ വെയിറ്റൊന്നും പൊക്കി നടക്കാൻ കഴിയില്ലല്ലോ ആക്സിഡൻ്റ് ആയതിൻ്റെ ശേഷം. അപ്പോൾ ഇത്ര സാധനം ഉള്ളൂ ഞാൻ വാങ്ങിയത്. പിന്നെ അലക്കുന്നൊരു ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ കുടയിട്ട് നമ്മളെ അരിയൊക്കെ റേഷൻ കടയിലെ അരിയൊന്നും തോനെ നമുക്ക് കിട്ടൂല. മാസത്തിൽ 2 കിലോ ഉള്ളൂ. നീല കാർഡാണ്. അപ്പോൾ പഞ്ചസാര 2 കിലോ, അരി 3 കിലോ, തക്കാളി 1 കിലോ, വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഇത് ജസ്റ്റ് വീണ്ടും ഞാൻ വീഡിയോയിലെടുത്തു. നമ്മൾ കുമ്പളങ്ങ. അപ്പോൾ എനിക്കിങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടായി കാണണം. അപ്പോൾ എന്നാൽ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മോൾക്ക് ചിത്രരചനയിൽ ഫസ്റ്റ് സമ്മാനം കിട്ടിയതാട്ടോ അത്. അപ്പോൾ അതെ നമ്മൾ വീഡിയോക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ടോ. മേലെ ഷീറ്റിൻ്റെ മുകളിൽ ഇതാ ഒരു തേരട്ട എൻ്റെ ഉമ്മയാണ് അങ്ങനെ പറയുക. ചേരട്ടാന്ന് തേരട്ട ഇതാ അരിച്ചരിച്ചരിച്ച് പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ കിടന്നാണ്ട് ഞാൻ വോയിസ് കൊടുക്കണം കേട്ടോ വീഡിയോക്ക്. ടൈം എത്രയായി? 12:36 വാട്സപ്പിലെ മെസ്സേജ് നോക്കലും ഫോണിൽ വീഡിയോസ് കാണാനൊന്നും സമയം കിട്ടൂല. അപ്പം അത് നമ്മൾ കിടക്കണതിൻ്റെ നേരെ മേലെയാണ് കേട്ടോ. എപ്പോഴാണ് താഴത്തേക്ക് വീഴുക എന്നുള്ളത് അറിയില്ല. അയച്ചയച്ച് ഇങ്ങനെ പോണ്ട്. ഇവറ്റങ്ങൾ ഇങ്ങനെ കയറി മേലെ കയറി ഷീറ്റിൻ്റെ കൂടെ അരിച്ചു വരും. നിലത്തും ഉണ്ടാവും, മുക്കിലും മൂലയിലൊക്കെ നിറയെ അത് അരിച്ച അതാണ്ടില്ലേ. ഞാൻ കിടക്കുകയാണ് കേട്ടോ. എൻ്റെ കാലാണത്. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ ഇട്ട് കിടക്കുന്നതിൻ്റെ നേരെ മീതെയാണത്. നമ്മളെ മേലൊക്കെ വന്ന് വീണ് കഴിഞ്ഞാലല്ലേ അരിച്ചു കഴിഞ്ഞാൽ തണർത്ത് പൊള്ളിപ്പോവും. ഭയങ്കര പൊള്ളലെൻ്റെ മേലെ അരിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.